Hi friends, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് വെർമിസെല്ലി കസ്റ്റാർഡ് ഡ്രിങ്ക്. ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ എണ്ണമൊക്കെ ഓപ്ഷനിലാണ്. നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു സോസ് പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. സോസ് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് കാഷ്യൂനട്ട്, പീനട്ട്, ബദാം, പിന്നെ കുറച്ച് റൈസിൻസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നിർത്താം കേട്ടോ. അപ്പോൾ ആ 1/2 ലിറ്റർ പാലിൽ നിന്നും കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടാണ് സോസ് പാനിലേട്ട് ആ പാൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറൊക്കെ വരും, നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിന്. അപ്പോൾ അതാ ഇതും കൂടെ ഇട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ സേമിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സേമിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് വേവാനൊക്കെ ആയിട്ട് ഒരുപാട് സമയം എടുക്കും. ഫ്രൂട്ട് കസ്റ്റാർഡിന്റെ റെസിപ്പി മുന്നേ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പൊ കറക്റ്റ് മധുരവും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ശരിക്കും ഒന്ന് കുറുകൂട്ടോ. ഇതിപ്പോ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇപ്പൊ ആപ്പിളാണ് കേട്ടോ ചേർക്കണത്. എന്തോരമൊക്കെ വേണം എന്നുള്ളതൊക്കെ അവനവന്റെ ഇഷ്ടത്തിന് ചേർക്കുക. പിന്നെ കുറച്ച് പഴം ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറി, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. ഇതിപ്പോ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. ഫ്രൂട്ട് കസ്റ്റാർഡ് തന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പൊ അതിന്റെ കൂടുതൽ സേമിയയും കൂടെ കൂടി വരുമ്പോഴോ പ്രത്യേക ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് പഴങ്ങളുടെ ഒന്നും, ഇപ്പോൾ ഫ്രൂട്ട് കസ്റ്റാർഡിനാണെങ്കിൽ നമ്മൾ ഒരുപാട് പഴങ്ങൾ ഇടുമല്ലോ. അപ്പോൾ അത്രയും പഴങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ പഴങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുക. എന്തെങ്കിലും നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു മൊഞ്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഇതുപോലെ 2 ടോൾ ഗ്ലാസ് വെർമിസെല്ലി കസ്റ്റാർഡ് ഡ്രിങ്ക് ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.